ശാന്തി. ഏകാഗ്രതയോടെ ഞാൻ എൻ്റെ മസ്തകത്തിൽ പ്രകാശിക്കുന്ന സ്വസ്വരൂപത്തെ അനുഭവം ചെയ്യുന്നു. ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട ഒരു ചൈതന്യ നക്ഷത്രമാണ്. പ്രകാശസ്വരൂപ ആത്മാവാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ചൈതന്യ നക്ഷത്രമായ ഞാൻ ആത്മാ ഭൃഗുടിയിൽ നിന്നുമിറങ്ങി ഉയരത്തിലേക്ക് പറന്നുയരുന്നു. നീലാകാശത്തിനുമപ്പുറം സെക്കൻഡിൽ പരമധാമത്തിലെത്തുന്നു. ഇവിടെ അഖണ്ഡ ജ്യോതിർമയ ബ്രഹ്മതത്വത്തിൽ ചുവന്ന ദിവ്യപ്രകാശം വ്യാപിച്ചിരിക്കുന്നു. 4 ഭാഗത്തും മധുരമായ ശാന്തിയാണ്. ഇത് പവിത്രധാമമാണ്. ഈ ശുദ്ധ പ്രകമ്പനങ്ങൾ എന്നെ തലോടിക്കൊണ്ട് കടന്നു പോകുന്നു. ഈ പവിത്രതയുടെ ശീതളത ഞാൻ അനുഭൂതി ചെയ്യുന്നു. എൻ്റെ കൂടെ സന്മുഖത്തിൽ സ്വയം സർവശക്തിവാൻ സുപ്രീം സ്റ്റാർ ശിവബാബ ഉപസ്ഥിതമാണ്. ബീജരൂപ ബാബയുടെ കൂടെ ഞാൻ ആത്മാ ബീജരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ സൂര്യനായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ അനന്ത കിരണങ്ങൾ എന്നിലേക്ക് ഇടതടവില്ലാതെ വന്ന് നിറയുന്നു. എന്നിലെ വികാരങ്ങളുടെ അഴുക്ക് ഇളകി മാറിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ അഗ്നിയിലൂടെ വികാരങ്ങൾ ഓരോന്നായി നശിച്ചു പോകുന്നു. യോഗാഗ്നിയിലൂടെ എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാക്കുന്നു. ഞാൻ ആത്മാ എൻ്റെ പാവന അവസ്ഥ വീണ്ടും പ്രാപ്തി ചെയ്യുകയാണ്. ഞാൻ ബാബ് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഈ പാവന സ്ഥിതിയിൽ പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി ഞാൻ ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനാകുന്നു. ഞാൻ പാവന ആത്മാവാണ്. എൻ്റെ ഓരോ കർമ്മവും പുണ്യകർമ്മമാകുന്നു. ഞാൻ സദാ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതത്തെയും പഠിപ്പിനെയും ഓർമ്മിക്കുന്നു. സ്വയം ഭഗവാൻ എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ ആത്മീയ ലഹരിയിലാണ്. ജ്ഞാനാമൃതത്തെ ദഹിപ്പിക്കാൻ പഠിക്കുന്നു.
എല്ലാവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്ന സേവനത്തിൽ ബിസിയായിരിക്കുന്നു. ഈ ആത്മീയ സ്കൂളിൽ ഉയർന്നതിലും ഉയർന്ന ആത്മീയ അച്ഛൻ പഠിപ്പിക്കുന്നു. എനിക്കോർമ്മയുണ്ട്, ഞാൻ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. വിശുദ്ധിന്റെ അധികാരിയായിരുന്നു, ദേവി ദേവതയായിരുന്നു. ഞാൻ ഈ ഓർമ്മയിലിരിക്കുന്നു. ആത്മാവ് പവിത്രമല്ലെങ്കിൽ ഓർമ്മ നിലനിൽക്കുന്നില്ല. ഞാൻ വീണ്ടും ദേവതയാവുകയാണ്. ഞാൻ ആദ്യം പൂവായിരുന്നു, പിന്നീട് മായമുള്ളാക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും പൂവാക്കുകയാണ്. ബാബയെ ഓർമ്മിച്ച് ഞാൻ പാപമില്ലാതാക്കുന്നു, സത്യമായ സ്വർണമായി മാറുന്നു. ബാബ നിരാകാരനാണ്, ഞാൻ ആത്മാവും നിരാകാരനാണ്. ബാബ പറയുന്നു, പാവനമായി മാറൂ. ഞാൻ പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നു. അപവിത്രതയെ ഉപേക്ഷിക്കുന്നു. പഴയ ശരീരത്തിൻ്റെ അഭിമാനത്തെ ഉപേക്ഷിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. അന്തിമ മനം പോലെ ഗതിയുണ്ടാകുന്നു. എല്ലാ സീതമാരുടെയും യോഗം ഒരു ബാബയോട് യോജിപ്പിക്കുന്നു. ഇപ്പോൾ സ്വർണിമയുഗത്തിലേക്ക് പോകണം. വിനാശകാലത്ത് പ്രീതബുദ്ധി ആരുടേതാണോ അവർ കൊട്ടാരത്തിലേക്ക് പോകും. വിപരീത ബുദ്ധിയുള്ളവർ വനവാസത്തിലേക്ക് പോകും. ഞാൻ ഓർമ്മയുടെ അഗ്നിയിൽപ്പെട്ട് വികർമ്മം വിനാശമാക്കുന്നു. ഒരു ബാബയോട് പ്രീതബുദ്ധി വയ്ക്കുന്നു. പഴയ ദേഹത്തിൻ്റെ അഭിമാനത്തെ ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ഓർമ്മയിലൂടെ സ്വയത്തെ പാവനമാക്കുന്നു. ബാബ വരദാനം നൽകിയിരിക്കുന്നു, വിശ്വപരിവർത്തകരായി ഭവിക്കൂ. ഞാൻ ഉൾക്കൊള്ളുന്നതിനുള്ള ശക്തിയിലൂടെ തെറ്റിനെയും ശരിയാക്കി മാറ്റുന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. തെറ്റ് ചെയ്യുന്നവരുടെ സംഘത്തിൻ്റെ പ്രഭാവത്തിൽ വരികയില്ല. ഞാൻ ശരിയായ മാർഗത്തിൽ തന്നെ കഴിയുന്നു എന്ന് ഉത്തരവാദിത്വമെടുക്കുന്നു. ഉൾക്കൊള്ളാനുള്ള ശക്തിയെ ഉപയോഗിക്കുന്നു. സഹയോഗത്താൽ സമ്പന്നമാക്കുന്നു. അപ്പോൾ വിശ്വപരിവർത്തന കാര്യം സഹജമാകുന്നു. നിരന്തര യോഗിയാകണമെങ്കിൽ പരിധിയുള്ള ഞാൻ എൻ്റേതെന്നതിനെ പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനം ചെയ്യൂ. ഓം ശാന്തി.